നമസ്കാരം. കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി യഥാർത്ഥ മുസ്ലിമാകാൻ വേണ്ടി അവിശ്വാസികളെ കൊല്ലണമെന്ന് വിശ്വസിച്ചിരുന്നതായി NIA ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷാരൂഖ് സൈഫി അല്ലേ? ഷാരൂഖ് സൈഫി എന്താണ് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്? വളരെ തീവ്രമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, വളരെ കോൺട്രവേഴ്സൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടത്, വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും സംസാരിക്കേണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഈ മുസ്ലിം സബ്ജക്റ്റുകൾ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ 153A അത് തീവ്രവാദികളെ കുറിച്ച് പറയുന്നതാണെങ്കിൽ കൂടിയും യാഥാർത്ഥ്യം. പക്ഷേ ചേട്ടാ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കേസ് വന്ന സമയത്ത്, അതായത് എലത്തൂരിൽ ഈ തീവെപ്പ് കേസ് ഉണ്ടാകുന്നു, പോലീസോട് കൃത്യമായി ഇടപെടുന്നു, അതിൻ്റെ പേരിൽ ഒരു IG വരെ സസ്പെൻഷനിലായി, മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അജിത് കുമാറൊക്കെ ആ ഒരു ഘട്ടത്തിൽ പല ആരോപണങ്ങളും നേരിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ ആ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഈ ഒരു പ്രതി എന്തോ എവിടെ നിന്നോ പൊക്കിക്കൊണ്ടുവന്ന പ്രതിയാണ്, ഈ പ്രതിക്ക് ഇയാളുമായിട്ടൊന്നും മുസ്ലിം മതമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, ഇപ്പോൾ ഈ പ്രതിയെപ്പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്, ഇയാൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന കുറേ ആളുകളെ കണ്ടുകൊണ്ട്. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് NIA കോടതിയിൽ കൊടുത്തിട്ടുള്ള ആ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറയുന്നത്, ഈ അവിശ്വാസികളായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള ആളുകളെ കൊല്ലുന്നത് തൻ്റെ പാപമോചനത്തിനുള്ള വഴിയാണ് എന്ന് ഈ പറയുന്ന പ്രതി വിശ്വസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കണം, എത്രമാത്രമാണ് ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള മതപരമായിട്ടുള്ള ആ തലച്ചോറ് പുഴുതെന്ന് പോകുക എന്ന് പറയില്ലേ, ആ ഒരു കാര്യമുള്ളത്. മാത്രമല്ല, ഇയാൾ ഓൺലൈൻ വഴി തിരഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓൺലൈൻ വഴി തിരഞ്ഞത് ഇയാൾക്ക് സ്വർഗം കിട്ടാനും ഇയാൾ എന്തൊക്കെയാണ് തൻ്റെ ആത്മവിശുദ്ധിക്ക് വേണ്ടി അനുവർത്തിക്കേണ്ടത്, അത് ഈ പറയുന്ന പോലെ ഇസ്ലാം പറയുന്ന പോലെ നോമ്പെടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു കാലങ്ങളായിട്ടുള്ള ഇസ്ലാമിനെയും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. അതല്ല ഇയാൾ തിരഞ്ഞത്. പകരം ഇയാൾ തിരഞ്ഞത് തീവ്രമായിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ വാക്കുകൾ എന്തൊക്കെയാണ് എന്ന് എടുത്ത് ഓൺലൈനിൽ തിരഞ്ഞ് താൻ എന്തൊക്കെയാണ് ജിഹാദിന് വേണ്ടി ചെയ്യേണ്ടത് എന്നായിരുന്നു ഇയാൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കേരളത്തിലുള്ള ജിഹാദികളുടെ അല്ലെങ്കിൽ എന്താണ് സുഡാപ്പികളുടെയൊക്കെ വായിൽ പഴമാണോ ഈ പറയുന്ന അടുപ്പ് കൂട്ടി ചർച്ചക്കാർ എന്താ ഒന്ന് കൂട്ടി ഒന്ന് ചർച്ച എടുക്കാത്തതെന്നൊരു സംശയം എനിക്കുണ്ട്. ചേട്ടൻ എന്താ തോന്നുന്നത്? ഇത് ഇപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഈ പറയുന്ന സൈഫിയെ പറ്റിയോ മുസ്ലിം തീവ്രവാദത്തെ പറ്റിയോ ഒന്നും സംസാരിക്കുന്നില്ല. അന്ന് ആ ട്രെയിൻ കത്തിയിരുന്നെങ്കിൽ എത്ര പേരുടെ ജീവനായിരുന്നു അന്ന് അപകടം ഉണ്ടാവുക? എന്തോ ഭാഗ്യത്തിനല്ലേ രക്ഷപ്പെട്ടത്? അതെ, തീർച്ചയായിട്ടും. ഇതിനകത്ത് ഒരു കാര്യം, ഈ ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന വ്യക്തി ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ സംഭവമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ വേണ്ടി കഴിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നൊരു ഓഡിയോ, എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് ചാനലാണോ അല്ലെങ്കിൽ ടൈംസിലാണോ പുറത്തു വിട്ടത്, ഒരു മലയാളിയായിട്ടുള്ള IAS കമാൻഡറിൻ്റെ ഓഡിയോ. സിറാജുള്ള അങ്ങനെ എന്തോ ആണെന്ന് പേരെന്ന് പറഞ്ഞു, ഞാൻ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഡിയോ പുറത്ത് വരുവാണ്. അവർ പറയുകയാണ്, നിങ്ങൾ ജിഹാദ് ചെയ്യൂ. കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ ജിഹാദ് ചെയ്യൂ. ജിഹാദിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങളുണ്ട് അവിടെ, എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, ഈ കാഫിറുകളുടെ എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ തൃശ്ശൂർ പൂരത്തിൽ പോയി ട്രക്ക് അടിച്ച് കയറ്റ്, അങ്ങനെ സംഭവിച്ചിട്ടില്ലേ, മറ്റേ ഇവിടെ സംഭവിച്ചിട്ടില്ലേ, അവിടെ സംഭവിച്ചിട്ടില്ലേ, അത് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ റിവോൾവർ കിട്ടുമല്ലോ മേടിക്കാൻ വേണ്ടിയിട്ട്, അത് മേടിച്ച് കുറച്ച് എണ്ണത്തിലെ കാഫറുകളെ കൊല്ലില്ലേ എന്ന് പറഞ്ഞിട്ട് അടിച്ചിറക്കുകയാണ്. ആ ഓഡിയോ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലൂടെ, യുവാക്കളുടെ കയ്യിലൂടെ കറങ്ങി കളിക്കുകയാണ്. അതിൽ നിന്നൊക്കെയാണ് ഇവർ ആകൃഷ്ടരായിട്ട് എന്താണ് കാഫിറുകൾ, അവിശ്വാസികളെ, അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വിശ്വസിക്കുന്ന പോലെ ആ മതത്തിൽ മാത്രം വിശ്വസിക്കുന്നവരെ ഒന്നും ചെയ്യുകയില്ല, മറ്റു മതങ്ങളെ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികളല്ലാത്ത മറ്റ് ആളുകളെ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് തങ്ങൾക്ക് മറ്റേ ഹൂറികളെയും ഈ പാൽപ്പൊഴിയും മദ്യപ്പൊഴിയൊക്കെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ നിലയിലേക്ക് ഇവർ ചിന്തിക്കുകയാണ്. അത്രയും ചിന്തിക്കാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷനുകളുണ്ട്. ആ ഇഞ്ചക്ഷനാണ് ഈ ഞാൻ പറഞ്ഞ ഷാരൂഖ് സൈഫിനെ പോലത്തെ വ്യക്തികളും. ഈ ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്കൊക്കെ ഇത്തരത്തിലൊരു ട്രെയിൻ അപകടത്തിൽപ്പെടുത്തി അതിനകത്ത് വിശ്വാസികൾ, ഇവർ പറയുന്ന ഇവരുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഇതിനകത്ത് ട്രെയിനിൻ്റെ ചാർട്ട് പ്രിപ്പയർഡ് ലിസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് അവരുടെ മതക്കാരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടൊന്നുമല്ലല്ലോ ഇവ കയറി ആക്രമിക്കുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ മതക്കാരും ഉണ്ടാകും. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദു മരിച്ചാലും ക്രിസ്ത്യാനി മരിച്ചാലും മുസ്ലിം മരിച്ചു കഴിഞ്ഞാലും അവരുടെ വീട്ടുകാർക്കാണ് പോകുന്നത്. അവരുടെ ഈ പറയുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട മതപണ്ഡിതർക്ക് ഒന്നും പോകുന്നില്ല. ഒരു ഹിന്ദുവിൻ്റെ മകൻ മരിച്ചാലും ക്രിസ്ത്യാനിയുടെ മകൻ മരിച്ചാലും എല്ലാവരും മകൻ മരിച്ചു കഴിഞ്ഞാൽ ഒരേ ദുഃഖമാണ് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. എല്ലാവരുടെ ഇടയിൽ ആരുടെ കൈ മുറിച്ച് കഴിഞ്ഞാലും ഒരേ
രക്തത്തിന് ഒരേ നിറം തന്നെയാണ് ഉണ്ടാകുന്നത്. എല്ലാവരുടെയും കരച്ചിലിൻ്റെ ശബ്ദം വെവ്വേറെയാണെങ്കിലും അതിൻ്റെ തീക്ഷ്ണതയൊക്കെ ഏകദേശം ഒരുപോലെയാണ് ഉണ്ടാകുന്നത്. എല്ലാവരും പ്രസവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരാൾ മുട്ടയിടുകയും ഹിന്ദു മുസ്ലിം മുട്ടയിടുകയും മുസ്ലിം പ്രസവിക്കുകയല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എന്നിട്ടും ഇവരൊക്കെ ഇത്ര വികലമായ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്. ഇതിനകത്താണ് ഈ തീവ്ര മുസ്ലിം ചിന്താഗതിയുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കൃത്യമായി തന്നെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന ഇഞ്ചക്ഷനുകളാണ്. അവർ ഈ യൂട്യൂബിനകത്തും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന ചില സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങി ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന പ്രഭാഷണങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് എനിക്ക് വന്നത് വൈറലായിട്ടുള്ള പ്രസംഗം ഉണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ആടെ എന്തൊക്കെയാണ് കാണാൻ പറ്റുക അറിയുമോ? അവിടെ ഇവിടുത്തെ പോലെയല്ല. ഒരു മുറി എന്ന് വെച്ചാൽ ഒരു 10-72 മുറിയുടെ വലിപ്പം കിലോമീറ്ററാണ്. നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഇവിടെ എന്താ പുഴയിലൂടെ ഒഴുകുക? വെള്ളം. അവിടെ എന്താ പുഴയിലൂടെ ഒഴുകുക? പാല്. മറ്റൊരു പുഴയിലൂടെ എന്താ ഒഴുകുക? തേന്. മറ്റൊരു പുഴയിലൂടെ എന്താ ഒഴുകുക? മദ്യം. പിന്നെ വേറെ കുറേ ഉണ്ട്. നമ്മളിവിടെ ഫലങ്ങൾ പറിക്കണമെങ്കിൽ മറ്റേ മരത്തിന് മുകളിൽ കയറേണ്ട വരില്ലേ? അവിടെ ഒന്നും വേണ്ട, നമുക്ക് അടിയിൽ നിന്നൊക്കെയാണ് ഇത് പറഞ്ഞിട്ട് പത്താപ്പിള് വരും. മറ്റേ ഹൂറിമാരെ നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കല്ലേ വേണ്ട പോലും മനുഷ്യ. ഇതല്ല കണ്ടിട്ട് ഇവരല്ല ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത. അതിനിപ്പം വേറൊരാൾ പറഞ്ഞു, ഒരു മതപണ്ഡിതന്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടതാണ്. ഈ ഫുട്ബോൾ എങ്ങനെയാ ഉണ്ടായെന്നറിയോ? ഫുട്ബോൾ ഉണ്ടായത് ഒരു പന്നിയുടെ വയറിൽ നിന്ന് കുടലടക്കം ചുരുട്ടി നിറച്ചിട്ടാണ് ഈ ഇതുണ്ടായത്. ഫുട്ബോൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുട്ബോളിനെ എതിർക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇവർ കേട്ടിരിക്കുന്നത്? പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആയിട്ടുള്ള ചെറുപ്പക്കാർ പക്കാത്തെറി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ എനിക്കൊക്കെ നല്ല മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ വന്നിരുന്നത് അവരൊന്നും നമ്മുടെ വീട്ടിലെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുക, അവരുടെ വീട്ടിലെ ആഘോഷങ്ങളും. ഞാനൊക്കെ ജനിച്ച് വളർന്നു വന്ന ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരെ ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയയിലായിരുന്നു ഞാനിത്. ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിനും വിഷുവിനും അവിടുത്തെ വീട്ടുകളിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയും അവരെ വീട്ടിലേക്ക് വിളിക്കുകയും അവിടുത്തെ എല്ലാ പെരുന്നാളിലും നമ്മുടെ ഭക്ഷണം കൊണ്ടുത്തരികയും അവരെയും കൂട്ടി വരിക, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് വരിക. ഞാനും അനിയത്തിയുണ്ട്. ഞാനും അനിയത്തിയൊക്കെ പെരുന്നാളോ അല്ലെങ്കിൽ മറ്റേ ബക്രീദ് ഇതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് 2 വയറ് വാടകയ്ക്ക് എടുക്കേണ്ടി വരും. ഞങ്ങൾ ഈ വീട്ടിലെല്ലാം പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ ബാല്യകാലം ഉണ്ടായിരുന്നത്. പക്ഷേ അത് വേറെ ഒരു തരത്തിലുള്ള യഥാർത്ഥ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള നല്ല മനുഷ്യരാണ്. അവരെ ഇവരുമായിട്ട് നമ്മൾ ഒരു തരത്തിലും നമുക്ക് കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് താനേ ജിഹാദി സ്വഭാവമുള്ള ആളുകളാണ്. അവരെ ജിഹാദികൾ എന്ന് മാത്രമേ വിളിക്കുക. അവരെ മുസ്ലിം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ജിഹാദികൾ എന്ന് മാത്രമേ അവരെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ഈ മനുഷ്യരെ നമ്മൾ അതിനകത്ത് പെടുത്തിയ പോലെ ആയിപ്പോൾ അത് അവരെ നമ്മൾ ഒരിക്കലും തൊടാൻ പാടില്ല. അത് വളരെ അപക്വമായിട്ടുള്ള നമ്മളെ ഒരു വാക്കിൻ്റെ പ്രയോഗമായിട്ട് മാറിപ്പോയി. നമ്മൾ ജിഹാദികൾ എന്ന് മാത്രമേ ഇവരെ പ്രയോഗിക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത്. ഈ ജിഹാദികൾ അവരുടെ മനസ്സെന്ന് പറയുന്നത് നമുക്കൊക്കെ തലച്ചോറിൻ്റെ അകത്ത് ഇത്ര ഭാഗം ഇതിനു വേണ്ടിയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തലച്ചോറിൻ്റെ ഭാഗം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ആക്ഷൻസ് കൊടുക്കുകയുള്ളൂ. അവർക്ക് ചിന്തിക്കാനുള്ള സാധനം തലച്ചോറിലില്ല ജിഹാദികൾക്ക്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ സ്പെഷ്യലൈസ്ഡ് തലച്ചോറാണ് അവരുടെ ജിഹാദികളുടെ. ചിന്തിക്കാനുള്ള കഴിവില്ല, പ്രവർത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഒരു സാധനം കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമാൻഡ് പ്രവർത്തിക്കുക. അതായത് നമ്മളിപ്പോൾ ടെക്നോളജി വരുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറുകൾ എങ്ങനെ പ്രവർത്തിക്കുക, നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക. അതേപോലെ തന്നെയാണ് ജിഹാദികളുടെ മൂത്ത ജിഹാദി കൊടുക്കുന്ന കമാൻഡ് ഇളയ ജിഹാദികൾ അതേപോലെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള കമാൻഡിങ് അത് ഒബേ എന്നുള്ള തരത്തിലുള്ള സംവിധാനം മാത്രമേ ഇവരുടെ തലച്ചോറിലുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് തന്നെയാണ് ഈ പറയുന്ന ഈ ട്രെയിൻ കത്തിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഷാരൂഖ് സൈഫിൻ്റെയൊക്കെ കഥ എന്ന് പറയുന്നത്. ഈ അവിശ്വാസികളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ മാത്രമാണ് തനിക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ട്. അയാൾ വിശ്വസിച്ചെന്ന് പറഞ്ഞതിനകത്ത് നമുക്കിപ്പോൾ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അയാളുടെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മറ്റേ മൂത്ത ജിഹാദികൾ അത്തരത്തിലുള്ളതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ ജിഹാദികൾ ഇത് ചെയ്യണം, ജിഹാദ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് അവരെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞു പ്രായത്തിലെ തലയിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു നന്നായി വളരേണ്ട ഒരു മനുഷ്യനെ തീവ്രവാദിയാക്കി മാറ്റുന്ന ഈ ഇഞ്ചക്റ്റഡ് പരിപാടി ഉണ്ടല്ലോ, എത്രമാത്രം കഷ്ടമാണല്ലേ? അല്ലെ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ NIA ശ്രദ്ധിക്കുന്ന സ്ഥലമായിട്ട് നമ്മുടെ ഈ കേരളം മാറുന്ന തലത്തിലേക്ക് എത്തി. നമുക്കിപ്പോൾ NIAൻ്റെ ഗംഭീരമായിട്ടുള്ള ഓഫീസ് നമ്മുടെ കളമശ്ശേരിയിലൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ NIA ഓഫീസേഴ്സ്, കൂടുതൽ കേസുകൾ വരുന്നത്, അതുപോലെ റോയും മിലിറ്ററി ഇന്റലിജൻസ് ഒക്കെ കൂടുതലായി നമ്മുടെ സംസ്ഥാനത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. ഇവിടുത്തെ ഓരോ ജിഹാദികളെ കേരള
കേരള പോലീസ് അറിയാതെ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ഈ ഗുജറാത്ത് പോലീസും അല്ലെങ്കിൽ മറ്റേ ഉത്തർപ്രദേശിലെ ATs ഒക്കെ വന്ന് അറസ്റ്റ് ചെയ്തു പോവുകയാണ്. അറസ്റ്റ് ചെയ്തു പോകുന്ന പത്രവാർത്തയാകുന്ന സമയത്ത് മാത്രമാണ് ഈ പറയുന്ന സംസ്ഥാന പോലീസ് എന്ന് പറയുന്നത് അളിയൻ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലേ എന്ന്. നമുക്ക് ഏറ്റവും ഒടുവിലെ സംഭവം നമ്മുടെ തലശ്ശേരിയിലെ സംഭവം. തലശ്ശേരിയിലെ എന്തായിരുന്നു ഹോട്ടലിൽ ഞാൻ പേര് പറഞ്ഞു. ആ ഹോട്ടലിൽ ഈ പറയുന്ന ഈ മറ്റേ എന്താ പറയുക മിസോറാമിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ടീം വന്നിട്ട് സോറി മിസോറമല്ല മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന അവിടുത്തെ ആസൂത്രിതനായിട്ടുള്ള വ്യക്തി അവിടെ വന്ന് ജോലി എടുത്ത് പൊറോട്ടയൊക്കെ അടിച്ച് ജീവിക്കുകയാണ്. അവൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന നല്ല ഗണ്ടുകൾ പിടിച്ച് ഉള്ള ആൾക്കാരെ മറ്റേ കുക്കിയും ഇവരും തമ്മിലുള്ള സമുദായങ്ങളുടെ തമ്മിലുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ട് എരുതിയിൽ എണ്ണ ഒഴിച്ച് ഓരോ ദിവസം ഓരോന്നുകളെ കൊന്നൊടുക്കി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നവനാണ് ഇവിടെ വന്ന് തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സുഖമായി നിന്ന് അവൻ അവിടെ നിന്ന് പൊറോട്ട അടിച്ചും ചായ എടുത്തു കൊടുത്തും ജീവിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, നമ്മുടെ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എത്രത്തോളം ടോട്ടൽ അട്ടർ വേസ്റ്റ് ആണെന്ന് ഫെയിലിയർ ആണെന്ന് പറയാൻ വേണ്ടി നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുക. അല്ലെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കിവിടെ എത്ര ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് എന്തിനും കണക്കുണ്ട്? ഒരു കണക്കില്ല. എനിക്ക് തോന്നുന്നത് എന്തോ 1000 സംതിങ്ങോ അങ്ങനെ എന്തോ ഒരു കണക്ക് സംസ്ഥാന സർക്കാരിന് അതും ഇതും തമ്മിൽ എത്ര ഇതുണ്ട്. നമ്മുടെയൊക്കെ ഈ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിൽക്കുന്ന എത്ര ഈ UP നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറയുന്ന ആളുകൾ, പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗാളികളെന്നൊക്കെ പറയുന്നത് അത് എത്ര പേര് ബംഗ്ലാദേശിൽ നിന്നൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ടാവും. ഇവരുടെയൊക്കെ ഒറിജിനൽ പറയുന്ന രേഖകൾ, ആധാരമോ മറ്റ് രേഖകളോ ഉണ്ടോ? അവിടെയൊക്കെ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് സംവിധാനങ്ങൾ എടുത്തു കൊടുക്കുന്ന എത്ര സംവിധാനങ്ങളുണ്ട്? ഇവിടെ വരുന്ന ആൾക്കാർ ഏതൊക്കെ കോൺട്രാക്ടറുടെ കീഴിൽ എത്ര ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാനുള്ള സംവിധാനമാണ്. ഇതിനൊന്നും ഒരു ഡിജിറ്റലി സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപാകത എന്ന് ഞാൻ പറയുന്നത്. ഓരോ സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് തൊഴിലിന് വേണ്ടി പോകുന്ന സമയത്ത് നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് തൊഴിലിന് പോകുന്ന തരത്തിലുള്ള കൃത്യമായ സംവിധാനങ്ങൾ വേണമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതേപോലെ ഒരു ഡാറ്റ ബാങ്ക്, ഒരു ലേബർ ഡാറ്റ ബാങ്ക് തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിലാണ് അത് അവരുടെ കണ്ണിൻ്റെ റെറ്റിനേൻ്റെ ചിത്രങ്ങളടക്കം അവരുടെ ഫിംഗർ ഇംപ്രഷൻ അടക്കം തമ്പ് ഇംപ്രഷൻ അടക്കം എല്ലാ ഡാറ്റകളും അവരുടെ DNA അടക്കം എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഈ ടീമുകളെയൊക്കെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഒരു പോരായ്മ, അത് കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പോരായ്മ, അത് നമുക്ക് ചർച്ച ചെയ്താലും തീരില്ല. ഒരു 10 ദിവസം ചർച്ച ചെയ്യേണ്ട അത്തരം പോരായ്മകൾ നമ്മുടെ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സർക്കാരിൻ്റെ അടുത്ത് കണക്കുകളൊന്നും ഇല്ലെങ്കിലും മലപ്പുറത്ത് ഒരു മുസ്ലിം സംഘടന മുസ്ലിം അതിഥി തൊഴിലാളികളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി അവരുടെ വിവരശേഖരണം നടത്തി. അത് വലിയ പത്രവാർത്തയൊക്കെ ആയിട്ട് കൊടുത്തു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് എന്നുള്ളത് കൃത്യമായി കേരളത്തിലെ പോലീസ് അന്വേഷിക്കില്ല, അവരുടെ ഇൻ്റലിജൻസ് ഇതൊന്നും അറിയില്ല. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട്, അവർ കൃത്യമായി കാര്യം അന്വേഷിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല ഇത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും.